ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. ഇന്നത്തെ ടോപ്പിക് യൂട്യൂബറായ സുജിത് ഭക്തൻ അദ്ദേഹത്തിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത പോഡ്കാസ്റ്റിനെ പറ്റിയുള്ളതാണ്. സുജിത് ഭക്തൻ വളരെ ഫേമസ് ആയ അത്യാവശ്യം വളരെ നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. സുജിത് ഭക്തനെയും ഫാമിലിയെയും എല്ലാവർക്കും ഫെമിലിയറുമാണ്. ഇന്ന് സുജിത്തിന്റെ യൂട്യൂബ് ചാനലിൽ ശ്വേതയുമായി ഒരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ആക്കിയിരുന്നു. ബോഡി ഷേമിംഗ് ആയിരുന്നു അതിലെ ടോപ്പിക്. ശ്വേത സുജിത് ഭക്തന്റെ വൈഫാണ്. അത്യാവശ്യം ബോഡി സൈസ് ഉള്ള വ്യക്തിയാണ് ശ്വേത. അതിനാൽ തന്നെ ധാരാളം ബോഡി ഷേമിംഗ് കമന്റ്സ് ശ്വേതയ്ക്ക് വരാറുണ്ട്. ശ്വേത യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ആയ ടൈം മുതൽ ആൾ കുറച്ച് ചബ്ബിയാണ്. സോ അന്നു മുതൽ അവർ ഇത്തരം കമന്റ്സ് നേരിടുന്നുണ്ട്. ഇന്ന് അവർ അപ്ലോഡ് ആക്കിയ വീഡിയോയിൽ പലതരത്തിൽ നേരിടുന്ന ബോഡി ഷേമിങ്ങിനെ പറ്റിയും അതിനുള്ള അവരുടെ കൃത്യമായ മറുപടിയും അവർ നൽകിയിട്ടുണ്ട്. ക്രിറ്റിസിസം, നെഗറ്റീവ് കമന്റ്സ് മുതലായ കാര്യങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതലായ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്ക് കിട്ടുന്നതാണ്, വിച്ച് ഈസ് നോർമൽ. ബട്ട് ഇത്തരത്തിലുള്ള കമന്റ്സ് എല്ലാം അബ്നോർമൽ ആകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഇത്തരം കമന്റ്സ് ബോഡി ഷേമിംഗ് ചെയ്തും സ്ലട്ട് ഷെയിം ചെയ്തും ഒക്കെ വരുമ്പോഴാണ്. ഓഡിയൻസിന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്താം, ബട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ജഡ്ജ്മെന്റ് ചെയ്യുവാനും അതുപോലെ പേഴ്സണെ അയാളുടെ അപ്പിയറൻസിന്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അത്ര നല്ല കാര്യമല്ല. ഇവിടെ കമന്റ് ഇടുന്നവർ ഉദ്ദേശിക്കുന്നത് ഇവർ നോക്കിക്കാണുന്നവരെല്ലാം അവരുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്ത് ജീവിക്കണം എന്നാണോ? ഒരാളുടെ ബ്യൂട്ടി എന്നത് അത് കാണുന്ന വ്യക്തിയുടെ കണ്ണിലാണ് എന്നതാണ് വസ്തുത. ഓരോരുത്തരുടെയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആകും. യൂണിവേഴ്സലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇല്ല. അതിനാൽ തന്നെ നിങ്ങൾ നിർവചിക്കുന്ന ഡെഫിനിഷനിലുള്ള രീതിയിൽ മറ്റുള്ളവർ അപ്പിയറൻസ് മാറ്റണം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഒരു പേഴ്സന്റെ ഐഡന്റിറ്റി ക്യാരക്ടറിൽ മാത്രമല്ല, അയാളുടെ ബോഡി ഡൈവേഴ്സിറ്റി കൂടി കമ്പൈൻ ചെയ്തതാണ്. അത്തരത്തിൽ നമ്മൾ ഒരാളോട് നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ അല്ലേ അതിനെ കളിയാക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരിക്കലും അവരുടെ വെൽവിഷേഴ്സ് അല്ല എന്ന് മനസ്സിലാവും. ചിലർ മേലിഞ്ഞിട്ടാകും, ചിലർ തടിച്ചിട്ടാകും, ചിലർ കറുത്തിട്ടാകും, ചിലർ വെളുത്തിട്ടാകും, ചിലർക്ക് മുടി കാണും, ചിലർക്ക് മുടി കാണില്ല, ചിലരുടെ പല്ല് തള്ളിയിരിക്കും. അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ പറയുന്നതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ ചേഞ്ച് ആക്കാൻ പറ്റുന്നതുമാണ്. തടിച്ചവർക്ക് മെലിയുവാനും മെലിഞ്ഞവർക്ക് തടിക്കുവാനും സാധിക്കും. ഹെയർ ലെങ്ത് കൂട്ടാനും കുറയ്ക്കുവാനും സാധിക്കും. സ്കിൻ കളറും ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും മെത്തേഡ്സും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. ബട്ട് ഇതൊക്കെ താൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ബോഡിയുടെ ഓണർ മാത്രമാണ്. അതിനാൽ ഇത്തരത്തിൽ മേക്ക് ഓവർ നടത്തുന്നവരെ ജഡ്ജ് ചെയ്യാനോ ചെയ്യാത്തവരെ ബോഡി ഷെയിം ചെയ്യാനോ നിൽക്കരുത്. ഇത്തരത്തിൽ നിങ്ങൾ ബോഡി ഷെയിം ചെയ്യുമ്പോൾ എയ്തർ അവർ സ്വയം ഇൻസെക്യൂർ ആയി മാറും, അല്ലെങ്കിൽ വളരെ ബോൾഡ് ആകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര ബോൾഡായ വ്യക്തിയും റിക്കറന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഓരോ കമന്റ്സ് കാണുമ്പോൾ വളരെയധികം ബോധേഡ് ആവുക തന്നെ ചെയ്യും. ഇവിടെ ശ്വേതയുടെ കാര്യത്തിലും അവർ എത്ര തന്നെ ബോൾഡ് ആണെങ്കിലും റിക്കറന്റ് ആയി വരുന്ന ഇത്തരം കമന്റ്സ് അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ഷീ വാണ്ട് ടു റെഡ്യൂസ് ഹർ വെയിറ്റ് ഷീ വിൽ ഡു ഇറ്റ്. നിങ്ങളെക്കാളും സ്വന്തം ഹെൽത്തിൽ അവർ കൺസേൺഡ് ആയിരിക്കില്ലേ? അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർ ആയിരിക്കില്ലേ? then why do you guys bother about it? ഇതിൽ കൺസേണിംഗ് പാർട്ട് എന്തെന്നാൽ ഇവർ ഈ ഇട്ട പോഡ്കാസ്റ്റിന്റെ കമന്റ്സിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സും ബോഡി ഷേമിംഗ് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. സോ ഒന്നേ പറയാനുള്ളൂ, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിൽ ഓവറായി ഇൻവോൾവ് ആകാതിരിക്കുക. മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യാതിരിക്കുക. ബോഡി ഷെയിമിംഗ് കോമഡീസ് പോലും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇത്തരത്തിൽ ഒരാളെ കമന്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? That's it for the video. If you like this video, please do like, comment and share. For more videos, do subscribe and enable the bell button. Thank you.